നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കേരത്തിന്റെ നാട്ടിൽ തെങ്ങുകൾ സംരക്ഷിക്കാൻ ബൃഹത് പദ്ധതിയുമായി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഗ്രീൻ ആർമി. കേരവൃക്ഷത്തിന്റെ ഉയരങ്ങൾ കീഴടക്കാൻ 25 അംഗ സംഘം കൂടി. തെങ്ങുകയറ്റം ഇനി വെല്ലുവിളിയേ അല്ല, പ്രത്യേക പരിശീലനം നൽകി വർഷം മുഴുവൻ ജോലി ഉറപ്പാക്കുന്നതിന് കേരള ലേബർ ബാങ്കുമായി പച്ചപ്പട്ടാളം. ആദ്യഘട്ടത്തിൽ 25 പേർക്ക് വിദഗ്ധ പരിശീലനം. നാളികേര വികസന വകുപ്പിന്റെ ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് ട്രീ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലന പരിപാടി. പഞ്ചാബിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളടക്കം മുണ്ടത്തിക്കോട് തിരുത്തിപ്പറമ്പ് ഗ്രീൻ ആർമി കോർഡിനേറ്റർ MR അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഉണ്ടായ കനത്ത പരാജയം അന്വേഷിച്ച കോൺഗ്രസ് കമ്മീഷനെ അതിരൂക്ഷമായി പരിഹസിച്ച കെ മുരളീധരൻ. എല്ലാ പരാജയത്തിനു ശേഷവും കമ്മീഷനെ ചുമതലപ്പെടുത്താറുണ്ട്. അതിന്റെ ഭാഗമായാണ് തൃശൂരിലെ കമ്മീഷനും. മറ്റു ഒരു കാര്യവുമില്ലെന്നും മുരളി. DCC പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലിയും പരിഹാസം. പ്രസിഡന്റ് ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഇല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴില്ല. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഷർട്ടിടണമെന്ന മുഖ്യമന്ത്രിയുടെ വാദം അനാവശ്യം. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ രീതിയുണ്ട്. ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പിണറായി വിജയനല്ല, തന്ത്രിമാരാണെന്നും കെ മുരളീധരൻ. ജൂലൈയിൽ ഉണ്ടായ മഴക്കെടുതിയിൽ 3 ദിവസത്തിലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്ക് ധനസഹായം നൽകാൻ തീരുമാനം. 5000 രൂപ വീതം നൽകുമെന്ന് മന്ത്രി കെ രാജൻ. തലപ്പള്ളി താലൂക്കിൽ 946 പേർക്ക് ആനുകൂല്യം. തൃശൂരിൽ 5486 പേർക്കും കുന്നംകുളത്ത് 741 പേർക്കും ധനസഹായം ലഭ്യമാകും. ജില്ലയിലെ 7 താലൂക്കുകളിലായി 12057 കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകുമെന്ന് റവന്യൂ മന്ത്രി. ആരംഭം നടനമയമാം രംഗം, ശ്രുതിപര സംഗീതം, അറബനയുടെ കൈത്താളം, മേളാംഗം, പ്രതിഭയുടെ മാമാങ്കം, അതിരുകളില്ലാതെ അനവരതമാഘോഷം. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് ആവേശത്തുടക്കം. ഇനി 5 നാൾ കലാകേരളത്തിന്റെ കണ്ണും കരളും സംസ്ഥാന തലസ്ഥാന നഗരിയിലെ 25 വേദികൾക്ക് ചുറ്റും നിറയും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 63ാം പതിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിയിച്ചു. കേരള കലാമണ്ഡലം അവതരിപ്പിച്ച സ്വാഗതഗാന നൃത്താവിഷ്കാരം ജനകീയ മനം കീഴടക്കി. കലാമണ്ഡലത്തിലെ 29 വിദ്യാർത്ഥികളും വിവിധ സ്കൂളുകളിലെ 11 പേരും തകർത്താടി. 10 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 130 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതിയുടേതാണ് ചരിത്രവിധി. ഒരുമനയൂർ മൂട്ടമാവ് മാങ്ങാടി വീട്ടിൽ 56 വയസ്സുള്ള സജീവനെയാണ് ശിക്ഷിച്ചത്. 8,75,000 രൂപ പിഴയടയ്ക്കണം. തയ്യാറില്ലെങ്കിൽ 35 മാസം കൂടി അധിക തടവ്. 2023 ഏപ്രിലിലാണ് കേസിനാസ്പദമായ സംഭവം. പ്രതിക്കെതിരെ മറ്റ് 2 പോക്സോ കേസുകൾ കൂടി. ഗോകുലം ഗോപാലൻ നൽകിയ അപകീർത്തി കേസിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രനോട് നേരിട്ട് ഹാജരാകാൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. പണം നൽകി തന്നെ സ്വാധീനിക്കാൻ കോടീശ്വരനായ ചാനൽ ഉടമ ശ്രമിച്ചെന്നായിരുന്നു ശോഭയുടെ ആരോപണം. ശോഭ ഹാജരാകേണ്ടത് മാർച്ച് 28-ന്. തിരുവല്ലാമല പാമ്പാടിയിൽ ഭക്ഷ്യോൽപാദന ഫാക്ടറിയിൽ വൻ പൊട്ടിത്തെറി. ദേവിക സേമിയ നിർമ്മാണ കമ്പനിയിലെ ബ്രോയിലറാണ് പൊട്ടിത്തെറിച്ചത്. ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ദൂരേക്ക് തെറിച്ചു വീണു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരകളും തകർന്ന നിലയിൽ. വലിയ ദുരന്തം ഒഴിഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രം. എടമുട്ടം സെന്ററിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ കൂട്ടത്തല്ല്. കത്തിക്കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക്. കഴിമ്പ്രം തവളക്കുളം സ്വദേശി 31-കാരൻ അഖിലിനാണ് കുത്തേറ്റത്. പട്ടാപകൽ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് ക്രൂരത നടന്നത്. ദൃശ്യങ്ങൾ വിണയ ന്യൂസിൽ.
നാടിന് വല്ലാത്ത വേദന സമ്മാനിച്ച് 68കാരിയുടെ വിയോഗം. തെറ്റിക്കയറിയ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ അടിയിലേക്ക് വീണ് കാൽ തകർന്ന് ചികിത്സയിലായിരുന്ന ഒന്നാങ്കല് സ്വദേശി മരണമടഞ്ഞു. പുതുവീട്ടിൽ നബീസയാണ് മുളങ്ങുന്നത്കാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണമടഞ്ഞത്. ഖബറടക്കം കുമരനെല്ലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ലോകത്തിന് കടുത്ത ആശങ്ക സമ്മാനിച്ച് വീണ്ടും ചൈന. ലോക ജനസംഖ്യയിൽ ഇന്ത്യക്ക് തൊട്ടുപുറകിൽ 2ാം സ്ഥാനത്തുള്ള ചൈനയിൽ HMPV വൈറസ് പടരുന്നു. ശ്വാസകോശ രോഗങ്ങളുമായി ആയിരങ്ങൾ ആശുപത്രിയിൽ. രോഗപ്പകർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാതെ ചൈനീസ് ഭരണകൂടം. ഇന്ത്യയിൽ ഒരു ആശങ്കയ്ക്കും വകയില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് മഹാമാരിക്ക് 5 വർഷമാകുമ്പോഴാണ് ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ഭീതിയാകുന്നത്. പുതുക്കാട് സിഗ്നലിൽ നിന്ന് ഞെട്ടിക്കുന്ന കാഴ്ച. അമിത വേഗത്തിലെത്തിയ കാർ ബൈക്ക് യാത്രികരായ ദമ്പതികളെ ഇടിച്ചു തെറിപ്പിച്ചു. ദൂരേക്ക് തെറിച്ചു വീണ യുവദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. മൂവാറ്റുപുഴ സ്വദേശികളായ 30-കാരൻ ഗണേഷ്, 29-കാരി ചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. ദൃശ്യങ്ങൾ വീണയൻ ന്യൂസിന്.